ഈസ്റ്റർ സ്നേഹയാത്രയെ തള്ളി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. ഈസ്റ്ററിന് വീടുകളിൽ സ്പെഷ്യൽ വിസിറ്റ് വേണ്ട എന്ന് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ വർഷങ്ങളിൽ ബി.ജെ.പി. കൊട്ടിഘോഷിച്ച് സംഘടിപ്പിച്ച സ്നേഹയാത്ര ഈ വർഷം നടത്താത്തത് എന്തെന്ന ചോദ്യത്തിനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാം ഒരേ സമാനം ഒരു ബി.ജെ.പി. പ്രവർത്തക ജനങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്ന ഇതെല്ലാ അവസരങ്ങളാണ്. എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു. ജനങ്ങളെ ആശംസകൾ ഞങ്ങൾ പറയുന്നു, കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയും. ഇതാ കോഴിക്കോട് ആർച്ച് ബിഷപ്പിന് വർഗീസ് ചക്കാലക്കലിന് ഈസ്റ്റർ ആശംസ നേരാൻ വേണ്ടി ബി.ജെ.പി. നേതാക്കൾ പോയിരിക്കുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. രഘുനാഥിന്റെ നേതൃത്വത്തിലാണ് അങ്ങോട്ടേക്ക് പോയത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഇത് മൊത്തത്തിൽ ആശയക്കുഴപ്പമാണോ? എന്തു ചെയ്യണം സംസ്ഥാനത്തെ ബി.ജെ.പി. ഘടകം ഈസ്റ്റർ എന്നതിനെപ്പറ്റി ഇവർക്കൊരു ശരിയായ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഒരു തീരുമാനം ഇല്ലേ? അതായത് ഇവിടെ ഇപ്പോൾ ബി.ജെ.പിക്ക് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല ഒരു കാര്യം വ്യക്തമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇനിയിപ്പോൾ സ്നേഹയാത്ര ഇല്ല എന്നതാണ്. അപ്പോൾ സ്നേഹയാത്ര വലിയ വിജയമായിരുന്നു എന്ന് കൊട്ടിഘോഷിച്ചതാണ് കഴിഞ്ഞ ഈസ്റ്റർ കാലത്തെല്ലാം. അപ്പോൾ വോട്ടിന് വേണ്ടിയായിരുന്നു ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടിന് വേണ്ടി മാത്രം നടത്തിയ ഒരു നീക്കമായിരുന്നു, നാടകമായിരുന്നു സ്നേഹയാത്ര എന്നത് ഇതിലൂടെ വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ വിസിറ്റിൻ്റെ ആവശ്യമില്ല എന്ന വാക്കാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ ഈ വിഷയം ചർച്ചയായതോടെ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ 10 ലക്ഷത്തോളം വീട് കയറി എന്ന് അവകാശപ്പെട്ട സ്നേഹയാത്ര ബി.ജെ.പി. ഇത്തവണ നടത്തിയില്ല എന്ന് നമ്മൾ നൽകിയ വാർത്ത ചർച്ചയായതോടെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിടുക്കത്തിൽ തന്നെ ജില്ലാ അധ്യക്ഷന്മാർക്ക് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ അരമനകൾ കയറണം, അരമനകളിൽ എത്തണമെന്ന് നിർദ്ദേശം നൽകി. അദ്ദേഹം തന്നെ നേരിട്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ ലൂർദ് പള്ളിയിലെത്തി അത്തരത്തിൽ അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമവും നടത്തി. പക്ഷേ ഇന്നിപ്പോൾ വരുന്ന വാർത്ത, ഇപ്പോൾ കോഴിക്കോട് നിന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. രഘുനാഥ്, അദ്ദേഹം വി. മുരളീധര പക്ഷത്തെ പ്രധാനിയാണ്, അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഇതിനോടുള്ള ഒരു വിശദീകരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹയാത്ര വേണ്ടെന്ന് വെച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ്. അപ്പോൾ സ്നേഹയാത്രയുടെ ആവശ്യമില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. രഘുനാഥ് ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് സ്നേഹയാത്ര വേണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഭവന സന്ദർശനത്തിന് ശേഷമാണ് ഭവന സന്ദർശനം നടത്തിയെന്നും ഈസ്റ്റർ ക്രിസ്മസ് ദിനത്തിൽ വർഷങ്ങളായി ഭവന സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ സ്നേഹയാത്ര വേണ്ടെന്ന് വച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തുടർ പ്രക്രിയയായി നടത്താൻ തീരുമാനിച്ച ഒരു കാര്യമാണ് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഈസ്റ്റർ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ ചേർക്കുന്ന കാര്യത്തിൽ ബി.ജെ.പിക്കുള്ളിൽ അല്ലെങ്കിൽ ഈസ്റ്റർ കാലത്തെല്ലാം ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ വിശദമായി പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ഏകദേശം 1 മാസക്കാലമാകുന്നു. ഈ ഈസ്റ്റർ ദിനത്തിലെല്ലാം കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ ഒരു ഈ ഈസ്റ്റർ വാരത്തിൽ എങ്ങനെയായിരിക്കണം ബി.ജെ.പിയുടെ പ്ലാൻ എന്ന കാര്യത്തിൽ ഒരു ചർച്ചയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പുനഃസംഘടന കാര്യമായി താഴെത്തട്ടിലേക്ക് നടന്നിട്ടില്ല. ജില്ലാധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചെങ്കിലും ജില്ലാ ഭാരവാഹികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന ഭാരവാഹികൾ ഒന്നും തന്നെ പുതുതായി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ മുൻകാല നേതാക്കളുമായെല്ലാം വിശദമായ ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. പ്രശാന്തിലേക്ക് മടങ്ങി